ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലന്വരത്നദീപം ആജാനബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. അഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രി കമനീയ വിഗ്രഹം പരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാന നന്ദനം. മാരുതിന ഭരതകുമാരൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച സ്ഥലത്താണ് നമ്മൾ ഇന്നലെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇവര് അവിടെ പർണശാലയിൽ താമസിച്ചല്ലോ ഒരു ദിവസം. അപ്പോഴത്തേക്കന്നെ ദിവസം കഴിയും 14 വർഷം തികയുന്ന. അത് എണ്ണിക്കൊണ്ടല്ലേ പാടെ നിൽക്കുന്നു. മഞ്ചാടിക്കുരു കുന്നിക്കുരു എന്തോ എടുത്തു വെച്ചിട്ടാന്ന് തോന്നുന്നു എണ്ണുന്നത്. അങ്ങനെ എണ്ണി ആ ദിവസമായാൽ രാവിലെ പന്നിയിൽ ചാടി മരിക്കുമല്ലോ. അതുകൊണ്ട് ഹനുമാനോട് പറഞ്ഞു വേഗം എത്രയും പെട്ടെന്ന് അടുത്ത് അന്യൻ കടുങ്കൈ ചെയ്തേക്കാൻ സാധ്യതയുണ്ട് എന്ന്. അങ്ങനെ വരുന്ന സമയത്ത് എന്താ കണ്ടത് ഇവിടെ? സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃശാംഗനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചിതേറ്റവും ആരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ എന്ന് കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമാമാറു ചൊല്ലിയിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മനസ്സേ ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം. അവിടെ എത്തുമ്പോഴത്തേക്ക് കണ്ട കാഴ്ച എന്താണ്? മൂലഫലോലം ഭുജിച്ച് ജടാവൽക്കലം പൂണ്ട് എങ്ങനെയാണോ ജ്യേഷ്ഠനും അനുജനും കാട്ടിലുള്ളത് അതേപോലെ ഇവിടെ ഒരു ജ്യേഷ്ഠനും അനുജനും അതേപോലെ ആളിൻ്റെ പാല് കൊണ്ട് മുടിയൊക്കെ ജടകെട്ടി വെച്ചു, വൽക്കലം ധരിച്ചു, നിലത്ത് കിടന്നുറങ്ങി, നിലത്ത് ഇരുന്ന് ഈ കായ്കനികൾ ഭക്ഷിച്ചിട്ട് അങ്ങനെ ജീവിക്കുന്നത്. ഏട്ടനെ കണ്ടിട്ട് വന്നതിൻ്റെ ശേഷം ഇതുവരെ അയോധ്യ കൊട്ടാരത്തിലേക്ക് പോവുകയോ മാതാക്കന്മാരെയോ ഭാര്യയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുന്നത് ഇവിടെ. അപ്പോൾ സന്തോഷമായി. മാരുതിക്ക് കണ്ടിട്ട് വല്ലാത്ത ബഹുമാനം തോന്നി. ഇത്ര ഭക്തിയിലൊരാരുമില്ല എന്നാണ് പറഞ്ഞത്. സത്യമാണ്, എൻ്റെ അഭിപ്രായം അങ്ങനെ. ഇത്ര ഒരു ഭ്രാതൃഭക്തിയിലൊരു ആളില്ല. എന്തിന് ഭരതനിപ്പം ഘട്ടം വരുന്നുള്ളവരെ രാജ്യം ഗംഭീരായിട്ട് ഭരിച്ചിട്ട് വന്നിട്ട് അമ്പം കൊണ്ട് കൊടുത്താൽ പോരെ? അതൊന്നും നല്ലല്ലോ ചെയ്തത്. എന്നിട്ട് അവിടെ നിന്നിട്ട് പറഞ്ഞു, വണങ്ങി നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഏട്ടനിപ്പം കാണാം, ഒരു മുഹൂർത്തത്തിനിടക്ക് ഏട്ടൻ ഇവിടെ എത്തും. എങ്ങനെ എത്തും? സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സീതാദേവിയോടും അനുജനായ ലക്ഷ്മണകുമാരനോടും അതുപോലെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വാനര സൈന്യത്തോടും ഗംഭീരമായ രാക്ഷസന്മാരോടും കൂടി ഇപ്പൊ പുഷ്പക വിമാനത്തിൽ ഇവിടെ വന്ന് ഇറങ്ങും ഏട്ടൻ. രാവണനെ കൊന്നിട്ട് ദേവിയെയും കൊണ്ട് വരുന്ന ആ ദേവകളാൽ പുഷ്പവൃഷ്ടിയാൽ അഭിവന്ദിതനായ രാഘവനെ കണ്ടിട്ട് ഇനി ദുഃഖങ്ങളൊക്കെ തീർത്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ പറഞ്ഞു. യുദ്ധമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു സത്വരമാശ്വസ്തനായ നേരം പുനരുത്ഥായ ഗാഠമായ ലിംഗനം ചെയ്തു വാനരവീര ശിരസി മുതാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിതു. ദേവോത്തമനോ നരോത്തമനോ ഭവാനേവമെന്നെ കുറിച്ചിത്ര കൃപയോടും
ഇഷ്ടവാക്യം ചൊന്നതിനനുരൂപമായി തുഷ്ട്യാ തരുവതിനില്ല മറ്റേതുമേ. ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരുസാകം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിയിടോ രാമകീർത്തനം സൗഖ്യദം. ബോധം കെട്ട് വീണുപോയി. ആ സന്തോഷം ആനന്ദമൂർച്ച അതില് ഇങ്ങനെ ആയിപ്പോയി, മുഴുകിപ്പോയി കുട്ടി. എന്നിട്ട് കുറച്ചു നേരം ഒന്ന് ആശ്വസിച്ചിട്ട് എഴുന്നേറ്റിട്ട് വേഗം കെട്ടിപ്പിടിച്ചു ആരാ, ഈ മാരുതീന. എന്നിട്ട് തലയിൽ ഇങ്ങനെ ആ കണ്ണുനീര് ആനന്ദബാഷ്പം ഇങ്ങനെ പൊഴിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് ആരാണ്? ദേവോത്തമനാണോ നരോത്തമനാണോ? എന്നോട് ഇത്ര ഒരു കൃപയോടും വന്നിട്ട് ഇഷ്ടവാക്കി പറഞ്ഞത് ആരാണത്? അങ്ങക്ക് എന്ത് തന്നാലും എനിക്ക് മതിയാവില്ല, ഒന്നും എൻ്റെ കയ്യിൽ തരാനില്ല. എന്റെ ശോകം കളഞ്ഞ് അങ്ങക്ക് ലോകം മുഴുവൻ തന്നാലും മതിയാവില്ല. ആയിക്കോട്ടെ, എത്രയും കേട്ടില്ലേ, അതുകൊണ്ട് ആ ഭഗവാന്റെ കാര്യങ്ങൾ, എൻ്റെ ഏട്ടൻ്റെ കാര്യങ്ങൾ എല്ലാം പറയൂന്ന് പറഞ്ഞു. മാനവനാഥനു വാനരന്മാരോടു അനനെ സംഗമമുണ്ടായതെങ്ങനെ, വൈദേഹിയെ കട്ടുകൊണ്ടവാറെങ്ങനെ യാതുധാനാധിപനാകിയ രാവണൻ. ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ, എങ്കിലോ നിങ്ങളെ ചിത്രകൂടാജലത്തിങ്കൽ നിന്നാധി കലർന്നു പിരിഞ്ഞ നാൾ ആദരം ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക വന്നുപോം ദുഃഖവിനാശം തപോനിധേ എന്നു പറഞ്ഞറിയിച്ചാനഖിലവും മന്നവൻ തൻ ചരിത്രം പവിത്രം പരം. ശത്രുഘ്നമിത്രഭൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാൻ. അതാ വിളിക്കുന്നത് തപോനിധി എന്നാണ് ഈ ഭരതകുമാരനെ വിളിച്ചത്. രാജകുമാരൊന്നല്ല, ഇവിടെ തപസ് ചെയ്തിരിക്കല്ലേ ചെയ്യുന്നത് ഏട്ടന് വേണ്ടിയിട്ട്. അപ്പൊ ചോദിച്ചു, എൻ്റെ ഏട്ടന് എങ്ങനെ ഈ കുരങ്ങന്മാരോട് സംഗമം ഉണ്ടായത്? അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഏടത്തിയമ്മേനെ എങ്ങനെ ആ രാവണൻ കട്ടുകൊണ്ടുപോയത്? എല്ലാം എന്നോട് തെളിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആ ചിത്രകൂടാതിൽത്തുനിന്ന് നിങ്ങൾ പിരിഞ്ഞില്ലേ, അതിൻ്റെ ശേഷം ഉണ്ടായ കഥകളിതാ ഒന്നൊന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം, എല്ലാം കേട്ടോളൂ എന്ന് തോന്നുന്നു. എല്ലാം പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും അത്ഭുതം. ശത്രുഘ്നും ഭക്തന്മാർക്കും മാതൃവർഗത്തെ എല്ലാവർക്കും, അമാത്യന്മാര് മാതൃവർഗം അതില് കൊട്ടാരത്തിനകത്തുണ്ടത്രേ. അതിശയം ആശ്ചര്യം എന്ന് പറയുന്ന എല്ലാവരും. ആ സമയത്ത് ശത്രുഘ്നോടു ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാനന്തരം പൂജ്യനാം നാഥനെഴുന്നള്ളും നേരത്ത് രാജ്യം അലങ്കരിക്കണമെല്ലാടവും. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്ഥയാ ദീപാവലിയും ഉണ്ടാക്കണം. സൂതവൈതാളിക വന്ധ്യസ്തുതി പാഠകാതി ജനങ്ങളുമൊക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കയും വേണം, പാദ്യാദികളും ഒരുക്കണമേവരും. രാജതാരങ്ങൾ അമാത്യ ജനങ്ങളും വാജി ഗജരഥ പംക്തി സൈന്യങ്ങളും വാരണാരി ജനത്തോടും അലങ്കരിച്ചാരൂഢമോദം വരണമെല്ലാവരും. അനിയനോട് പറഞ്ഞു, അനിയ നമ്മളെ ഏട്ടൻ വരുന്ന സമയത്ത് എല്ലാം രാജ്യം മുഴുവൻ അലങ്കരിക്കണം, ദീപാവലി വേണം, വാദ്യഘോഷങ്ങൾ വേണം, എല്ലാം സൂതന്മാരും ആ സ്തുതിപാഠകന്മാരൊക്കെ വരണം. വാദ്യങ്ങൾ, എന്തൊക്കെ വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. അവരെ സ്വീകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കണം. അമ്മമാരും അമാത്യന്മാരും അതുപോലെ കുതിരകളും ആനകളും രഥങ്ങളും എല്ലാം അലങ്കരിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. ചേർക്കാ കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ
മാർഗമടിച്ചു തളിപ്പിക്കയും വേണം. പൂർണ്ണ കുംഭങ്ങളും ധൂപദീപങ്ങളും പൂർണ്ണം പുരദ്വാരി ചേർക്കാ സമസ്തരും. ഇവര് കാട്ടുപോയ പിന്നെ അടിക്കലും തളിക്കലും ഒക്കെ ഒരു കണക്കന്നെ ആയിരിക്കൂലേ, ആയിരിക്കോ വേണ്ടിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയല്ലാതെ അതുകൊണ്ട് പറഞ്ഞു ഗംഭീരാക്കി അടിച്ചു തളിപ്പിച്ച് പൂർണ്ണകുംഭത്തോടുകൂടി ധൂപദീപങ്ങളോടുകൂടി എല്ലാവരും ആ പുരദ്വാര ആ ഗോപുരദ്വാരത്തില് റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞു. താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വർണ്ണിയിടണം. പൗരജനങ്ങളാ ബാലവൃദ്ധാവധി ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം. ശത്രുഘ്നും ഭരതാജ്ഞയാ തൽപുരം ചിത്രമാമാറങ്ങലങ്കരിച്ചിടിന് ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരജനങ്ങ നിറഞ്ഞിതയോധ്യയിൽ. മഹർഷിമാര് വേണം, രാജാക്കന്മാര് വേണം, ബ്രാഹ്മണന്മാര് വേണം, എല്ലാരും അബാലവൃദ്ധം പൗരജനങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള എല്ലാരും തന്നെ. ഇതെല്ലാം എത്ര പെട്ടെന്നാണ് പറഞ്ഞത്, എത്ര പെട്ടെന്നാണ് സംഭവിച്ചത് വരാൻ കഴിയില്ല. അങ്ങനെ എല്ലാം റെഡിയാക്കി എല്ലാം ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ടെന്ന് അറിയില്ല നമ്മൾ. അതുമാതിരി ആ ഭഗവാന്റെ ആഗമനം കാത്തിട്ട് നിൽക്കാൻ ചെയ്യുന്നത് ഇപ്പൊ അയോധ്യയിൽ എല്ലാരും. വാരണേന്ദ്രന്മാരൊരു 10,000 തേരും ഔവണ്ണം 10,000 ഉണ്ട്. 100,000 തുരകങ്ങളുമുണ്ട്, 500,000 ഉണ്ട്. കാലാൾപ്പടകളും രാജനാരീജനം തണ്ടിലേറിക്കൊണ്ട് രാജകുമാരനെ കാൺമാനുളറിനാൻ പാതുകം മൂർധനി വെച്ചു ഭരതനും. പാദചാരേണ നടന്നു തുടങ്ങിനാൻ ആദരവുൾക്കൊണ്ടു ശത്രുഘ്നാകിയ സോദരൻ താനും നടന്നാനതു നേരം. പൂർണ്ണചന്ദ്രാഭമാ പുഷ്പകമന്നേരം കാണായി ചമഞ്ഞതു ദൂരെ മനോഹരം. ഇദ്ദേഹം എന്ത് ചെയ്തു, എല്ലാ പാതുക എടുത്തിട്ട് ശിരസിൽ വെച്ചിട്ട് ഒന്നും ഇടാതെ വെറും പാദത്തോടെ നടക്കാൻ തുടങ്ങി. ആ സമയത്ത് ശത്രുഘ്നും പറയുന്നുണ്ട്. അങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് ചന്ദ്രപ്രഭയോട് കൂടിയിട്ട് അങ്ങ് വളരെ ദൂരെ കാണാൻ തുടങ്ങി. ഇത് ആ വിമാനം എല്ലാരോടും കൂടി പറഞ്ഞു. മാരുതപുത്രൻ പറഞ്ഞു, ബ്രഹ്മണാ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദ നേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ജരാധിപ മുഖ്യമായുള്ളൊരു സൈന്യ സമന്വിതം കണ്ടുകൊള്ളിൻ. പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. എന്താ, ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെട്ട വിമാനാണ് പുഷ്പകം. ആ പുഷ്പകത്തില് ഭഗവാനും സീതയും ലക്ഷ്മണനും അതുപോലെ നക്തഞ്ജൻ നമ്മുടെ വിഭീഷണനും വാനരന്മാരും ഒക്കെ വരുന്നുണ്ട്. ആ പരമാനന്ദമായ ആ പരമാനന്ദ വിഗ്രഹത്തെ എല്ലാവരും കണ്ടോളൂന്ന് പറഞ്ഞു. അപ്പോ ജനപ്രീതിജാത ശബ്ദം ഘനമഭ്രദേശത്തോളം ഉൽപ്പതിച്ചു വരാൻ. ബാലവൃദ്ധ സ്ത്രീ തരുണവർഗ ആരവ കോലാഹലം പറയാവതല്ലേതുമേ. വാരണവാജിരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരേവരും. ചാരുവിമാനാഗ്രസംസ്ഥിതനാം ജഗൽക്കാരണഭൂതനെ കണ്ടു ഭരതനും. മേരു മഹാഗിരിമൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ. ഏട്ടന്റെ വിമാനം എന്ന് വരുന്നത് കാണുമ്പോ ഉദയസൂര്യനെ കാണുമ്പോ നമസ്കരിക്കുന്നത് പോലെ ഈ അദ്ദേഹം ഭരതകുമാരൻ നമസ്കരിച്ചു. ചിൽപുരുഷാജ്ഞയാ താണിതുമെല്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം. ആനന്ദ ബാഷ്പം കലർന്നു ഭരതനും സാനുജനായ വിമാനം കരേറിയിടിനാൻ. ഓടിയങ്ങ് വിമാനത്തിലേക്ക് കയറി രണ്ടുപേരും. വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രൻ ഉത്സംഗസീമ്നി ചേർത്തിയിടിനാൻ.
കാലം അനേകം കഴിഞ്ഞു കണ്ടീടിന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ ഹർഷാശ്രുധാരയാ സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്തു ശത്രുഘ്നപൂർവജനും ഭരതൻ പദം ഭക്ത്യാ വണങ്ങിനാനാശു സൗമിത്രേ ശത്രുഘ്നും വണങ്ങിയടിനാദരാൽ. ഓടി വിമാനത്തിലേക്ക് രണ്ടുപേരങ്ങ് കയറുന്ന സമയത്ത് വീണങ്ങ് നമസ്കരിക്കുമ്പോ കെട്ടിപ്പിടിച്ചു, രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ആനന്ദാസ് ഇങ്ങനെ രണ്ടാളെ മുത്തന് ഇതൊന്നാന്ന് അഭിഷേകം കഴിച്ചു കണ്ണിലെ വെള്ളം കൊണ്ട്. അപ്പം ശത്രുഘ്നപൂർവജൻ ഒരു ലക്ഷ്മണൻ ഭരതൻ നമസ്കരിച്ചു. ശത്രുഘ്നൻ സൗമിത്രി നമസ്കരിച്ചു. അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. ഒരു ദിവസം ശ്രീരാമചന്ദ്രൻ ഉണ്ടായി, പിറ്റേ ദിവസം ഭരതകുമാരന്റെ, പിറ്റേ ദിവസം രണ്ടുപേരും ഒന്നിച്ചുണ്ടായി. ആ ഒരു ദിവസത്തെ പ്രായക്കൂടുതൽ. ഇന്നിപ്പോ 1ഉം 2ഉം വയസ്സ് മൂപ്പില്ല ഏട്ടനായാലും വെച്ചാലും എടാ എടാ എന്നൊക്കെയാണ് വിളിക്കുന്നത്. എട്ടാന്നില്ല, എടാ. അതാണ് ഇന്നത്തെ സംസ്കാരം. വൈദേഹിതൻ പദം വീണുവണങ്ങിനാൻ സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വീണുവണങ്ങിനാൻ സുഗ്രീവൻ അംഗദൻ ജാമ്പവാൻ നീലനുഗ്രനാം മൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജൻ ഗവേൻ ഗവാക്ഷൻ നളൻ വീരൻ വൃഷഭൻ ശരഭൻ പനസനും ശൂരൻ വിനതൻ വികടൻ ദധിമുഖൻ ക്രൂരൻ കുമുദൻ ശതബലി ദുർമുഖൻ താരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാദനൻ കേസരി മറ്റുമേവം കവിനായകന്മാരെയും മുറ്റുമാനന്ദേന ഗാഠം പുണർന്നിതു. മാരുതിവാച ഭരതകുമാരനും പുരുഷവേഷം ധരിച്ചാർ കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമോദം കലർന്നു വസിച്ചാരവർകളും. പരസ്പരം നമസ്കരിക്കലും വന്ദിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഏട്ടത്തിയമ്മേനെ വീണ് നമസ്കരിച്ചു. അതുപോലെ കുറേ വാനരന്മാരുടെ പേര് ഹരി സുഗ്രീവനും അംഗദനും ജാമ്പവാനും നീലനും മൈന്ദനും വിവിധനും സുഷേണനും എന്ന് വേണ്ട എല്ലാവരും ഓരോരാളെയും കെട്ടിപ്പിടിച്ചു. എല്ലാവരും പേര് പറഞ്ഞിടത്തത് മാരുതി. എല്ലാവരും കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തിട്ട് എല്ലാവരോടും പുരുഷവേഷം എല്ലാവരും മനുഷ്യന്മാരെ വേഷമായി പുരുഷവേഷം ധരിച്ചു. എല്ലാവരും വാനരന്മാരല്ല. ഇപ്പൊ സുഗ്രീവനെ കനിവോട് പുണർന്നത് ഗദ്ഗദവാച പറഞ്ഞു ഭരതനും നൂനം ഭവൽ സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും 4 സുതന്മാർ ദശരഥ ഭൂപനിക്കാലമഞ്ചാമനായി ചമഞ്ഞു ഭവാൻ പഞ്ചമഭ്രാതാ ഭവാനിനി ഞങ്ങൾക്കു കിഞ്ചന സംശയമില്ലെന്നറികെടോ. ശോകാതുരയായ കൗസല്യ തൻ പദം രാഘവൻ ഭക്രിയാ നമസ്കരിച്ചീടിനൻ കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനന്നേരം. സുഗ്രീവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഭരതൻ, അങ്ങയുടെ സഹായം കൊണ്ടാണ് എൻ്റെ ഏട്ടനി രാവണനെ കൊല്ലാൻ കഴിഞ്ഞത്. ഞങ്ങൾ 4 കുട്ടികളെ ഉണ്ടായിട്ടുള്ളൂ ദശരഥനി. ഇപ്പൊ 5ാമനായി, 5 മക്കളായി എൻ്റെ അച്ഛന്. പഞ്ചമഭ്രാത ഞങ്ങളുടെ 5ാമത്തെ സഹോദരനാണ് അങ്ങ് എന്ന് പറഞ്ഞു. അപ്പോൾ കലങ്ങിയിരിക്കുന്ന അമ്മേന്റെ പാദത്തിൽ രാഘവൻ പോയിട്ട് നമസ്കരിച്ചു. അന്നേരം അമ്മ കെട്ടിപ്പിടിച്ചു, ചേർത്ത് നിർത്തി. കൈകേയിയാകിയ മാതൃപദത്തെയും കാകുൽസ്ഥനാശു സുമിത്രാപദാബ്ജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരുമണച്ചു തഴുകിനാർ. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കുപ്പിനാർ ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാരവർകളും. സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദമുൾക്കൊണ്ടു പുണർന്നാരവർകളും. സുഗ്രീവനാദികളും തൊഴുതിയിടിനാരഗ്രേ വിനീതയായി നിന്നിതു താരയും ഭക്തിപരവശനായ ഭരതനും
ചിത്തമഴഞ്ഞു തൽപാതുക ദ്വന്ദ്വവും ശ്രീരാമ പാതാരവിന്ദങ്ങളിൽ ചേർത്തു പാലിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. ആ ഭരതന്റെ ഭക്തി ആ ഭാഗം വർണ്ണിക്കുമ്പോൾ എനിക്ക് കരയാതിരിക്കാനാവില്ല. എല്ലാവരും സീതാദേവി അമ്മമാരൊക്കെ വന്നിച്ചു. അന്നേരം സുഗ്രീവൻ മുതലായ വാനരന്മാരും തൊഴുതു. വിനീതയായി നിൽക്കുന്ന താര. ആ സമയത്ത് ഭരതൻ എന്ത് ചെയ്തു? തൻ്റെ ശിരസിൽ നിന്ന് ആ പാതുക എടുത്തിട്ട് ഏട്ടൻ്റെ ഓരോരു പാദം എടുത്തിട്ട് അതിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് നമസ്കരിച്ചു. രാജ്യം ത്വയാദത്തമെങ്കിൽ പുരാദ്യ ഞാൻ പൂജ്യനാം നിങ്കൽ സമർപ്പിച്ചിതാദരാൽ ഇന്നു മജ്ജന്മം സഫലമായി വന്നിതു ധന്യനായേ നടിയേ നിന്നു നിർണയം. വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതുമൽ കർമ്മ സാഫല്യവും പ്രഭോ പണ്ടേതിരുന്നു 10 മടങ്ങായി ഉടനുണ്ടിഹ രാജഭണ്ഡാരവും ഭൂപതേ. അവിടെ ഇരുന്നും കൊണ്ടാണ്, നന്ദിഗ്രാമത്തിൽ ഇരുന്നും കൊണ്ടാണ് ഇവിടെ ഭരിച്ചത്. ആ ഭരതന്റെ ഒരു ഭരണ നൈപുണ്യം, അതുകൊണ്ട് തന്നെയാണ് ഭരതന്റെ പേര് വിളിച്ചതും. അതിപ്പോ നമുക്ക് മനസ്സിലായില്ലേ. പണ്ടതിന്റെ 10 മടങ്ങുണ്ട് ഭണ്ഡാരമൊക്കെ നിറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ഏട്ടാ, എൻ്റെ കയ്യിൽ അങ്ങ് തന്നത് ഇതാ. ഇന്ന് ഞാൻ അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കുന്ന രാജ്യം എൻ്റെ ജന്മ പുണ്യമായി, എൻ്റെ എല്ലാം സന്തോഷമായി, എനിക്ക് എൻ്റെ കർമ്മത്തിന്റെ ഫലമെല്ലാം കിട്ടി എന്ന് പറഞ്ഞു. ആനയും തേരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ 10 മടങ്ങുണ്ടല്ലോ നിന്നുടെ കാരുണ്യമുണ്ടാക കൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും രാജ്യമല്ലൊട്ടും ഭവാനാലിനിത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിനി മറ്റേതും ആലംബനമില്ല കാരുണ്യവാരിധേ. ആനയും തേരും കുതിരയും ഒക്കെ 10 മടങ്ങ് കൂടുതലായിട്ടുണ്ട് കേട്ടാ. അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു പോറലുമില്ലാണ്ടൊക്കെ ഭരിച്ചു. ഇനി എല്ലാം അങ്ങയുടെ പാദത്തിൽ വെച്ചു. ഞങ്ങളെയും രാജ്യവും ഒക്കെ ഇനി അങ്ങ് പാലനം ചെയ്യണം. ഞങ്ങൾക്ക് വേറൊന്നും ആശ്രയമില്ല ഭഗവാനേ എന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് ഇന്ന് നമുക്ക് ഭഗവാൻ തൃപ്പാദത്തിൽ സമർപ്പിക്കാം. പൂർവം രാമ തപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർമ്മനിധനം രാമായണം. ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി പാഹി. ആഞ്ജനേയ സ്വാമിക്ക് ജയ.